ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്താണ്? വോട്ടാണോ? ജയമാണോ? ഭരണമാണോ? നമ്മുടെ UDF ഇതൊന്നുമല്ല. അടിയാണ് ജനാധിപത്യം. ഇപ്പൊ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജനാധിപത്യത്തിന്റെ ഉത്സവമാണ്. ദേ ഇങ്ങോട്ട് നോക്കിയേ, കൊല്ലം കോർപ്പറേഷൻ. ദേ അങ്ങോട്ട് നോക്കിയേ, കൊച്ചിൻ കോർപ്പറേഷൻ. ദേ എങ്ങോട്ടേലും നോക്കിക്കോ, എവിടെയും അടിയാ. ഇതിപ്പോ എവിടെ തുടങ്ങും എന്നേ ടെൻഷനുള്ളൂ. നമ്മുടെ സതീശേട്ടൻ്റെ അവിടെ നിന്ന് തുടങ്ങാം. എന്തൊക്കെയായിരുന്നു? മലപ്പുറം കത്തി, അമ്പും വില്ലും, മെഷീൻ ഗണ്ണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോ കൊച്ചിയുടെ നാഥ ദീപ്തി മേരി വർഗീസ് ആയിരുന്നു. തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് UDF ജയിച്ചപ്പോഴാണ് ട്വിസ്റ്റ്. ദാ വരുന്നു ഗ്രൂപ്പ് യോഗം. സംഗതി ദീപ്തി വേണുഗോപാലിന്റെ ആളാണ്. പിന്നെ എയും ഐയും ഒക്കെ ചേർന്ന് എങ്ങനെയോ AI ആയി. സർവമായ ദേ കിടക്കുന്നു ദീപ്തി ചവറ്റുകൊട്ടയിൽ. സതീശനും സതീശന്റെ പഴയ ഗുണ്ട ഷിയാസും കൂടി വന്നിരുന്നു. 2.5 കൊല്ലം മിനിമോൾക്ക്, 2.5 കൊല്ലം ഷൈനി മാത്യു. അപ്പൊ ദീപ്തിയോ? പിന്നെ എടുക്കാൻ കൊല്ലമില്ലല്ലോ. സംഗതി അവിടെ കൊണ്ട് തീർന്നില്ല. തീരുമാനം ഭൂരിപക്ഷ അഭിപ്രായമാണെന്നാണ് സതീശൻ പറഞ്ഞത്. അപ്പോഴാണ് കുഴൽനാടന്റെ എൻട്രി. ഇപ്പൊ ഭൂരിപക്ഷ അഭിപ്രായം പറയുന്നവർ ഭാവിയിലും ഭൂരിപക്ഷ അഭിപ്രായം കേൾക്കണമെന്നാണ് കുഴൽനാടന്റെ ഭാഗം. മൂപ്പര് കുറച്ച് നീട്ടി പറഞ്ഞതാ. മുഖ്യമന്ത്രി കുപ്പായം തുന്നി കുറച്ച് നാളായി സതീശൻ നടക്കുന്നു. ഇനി അഥവാ കസേര കിട്ടിയാൽ തന്നെ അതിലിരിക്കാൻ ഒരു കസേര കളിക്കുള്ള ആളുണ്ട്. അപ്പോ കൂടുതൽ ആള് ആരുടെ പേര് പറയുമോ അത് സതീശനും കേൾക്കണമെന്നാണ് കുഴൽനാടൻ. അതാണ് അജയ് തറയിലും പറഞ്ഞത്. കൊടുത്താ കൊല്ലത്തും കിട്ടുമെന്ന് സതീശൻ ഓർക്കുന്നുണ്ടോ ആവോ? അല്ല, കൊല്ലത്ത് കിട്ടിയോ? കിട്ടി, അടി കിട്ടി. അവിടെ മുന്നണി തമ്മിലാണെന്നേ ഉള്ളൂ. മേയറും ഡെപ്യൂട്ടി മേയറും ഞങ്ങൾക്ക് വേണമെന്ന് കോൺഗ്രസ്. വേറെ എവിടെയെങ്കിലും പോയി പറയാൻ RSPയും ലീഗും. ഇതിപ്പോ ലാസ്റ്റ് വേണേ ഓരോ കൊല്ലം വെച്ച് RSPക്കും ലീഗിനും തരാമെന്ന് കോൺഗ്രസ് നിലപാടെടുത്തു. പോരേ പൂരം. അപ്പൊ പൂരത്തിന്റെ നാട്ടിലോ? അവിടെ ഇതിലും തമാശയാ. വാർഡ് കൗൺസിലർക്ക് വേണ്ടി AICC കത്തയച്ചിരിക്കുക. എങ്ങനെയുണ്ട് പരിപാടി? എനിക്ക് മേയർ ആകണമെന്ന് നിജി അഗസ്റ്റിൻ. കൂടെ ഈ കത്തും. ബാക്കി കൗൺസിലർമാര് പക്ഷെ ലാലിയുടെ കൂടെയാണ്. ആ അടി തീരുമ്പോ ഒരു തീരുമാനമാവും. ആരുടെ കണ്ണീര് വീഴുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. കണ്ണീരിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കണ്ണൂർ ഓർമ്മ വന്നത്. അവിടെയും ലീഗിന് മേയറോ ഡെപ്യൂട്ടിയോ വേണം. കഴിഞ്ഞ തവണ തരാമെന്ന് പറഞ്ഞ് മോഹനൻ ലാസ്റ്റ് 6 മാസമാണ് കൊടുത്തത്. കണ്ണൂരിലെ പാനൂരിൽ സംഗതി കുറച്ചുകൂടെ വിചിത്രമാണ്. അവിടെ ലീഗേ ഉള്ളൂ. പാനൂർ നഗരസഭ അധ്യക്ഷ ഉമൈസ ആവണമെന്നാണ് ലീഗ് കൗൺസിലർമാരുടെ നിലപാട്. പക്ഷെ നേതാക്കന്മാർക്ക് നസീമ കൂടത്തിൽ മതി. വോട്ട് ചെയ്ത് ജയിപ്പിച്ച ലീഗുകാരുടെ തലയ്ക്ക് കൂടത്തിന് അടി കിട്ടിയ പോലെയായി. പിന്നെ ഒന്നും നോക്കിയില്ല. നേതാക്കന്മാരെ പച്ചത്തേറി വിളിച്ച് പാനൂരിലൊരു ജാഥ. അത് ഇന്നും തുടരും, നാളെയും തുടരും, മറ്റന്നാളും തുടരും. കാരണം അടി തീരുന്നില്ല. ജനാധിപത്യത്തിന്റെ സൗന്ദര്യമല്ലേ, അതിങ്ങനെ ഇനിയും ഉണ്ടാകും. പുതിയ അടിയുടെ കഥ പിന്നെ പറയാം. അടി കിട്ടിയ കോൺഗ്രസ്സുകാർ കിട്ടാത്തവർക്ക് കുറച്ച് അവസരം കൊടുക്കുക. പുതിയ അടിയുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.